അവിട്ടം, ചതയം, പൂരുരുട്ടാതി, ഉത്രം, അത്തം, ചിത്തിര, പുണർദം, പൂയം, ആയില്യം എന്നിങ്ങനെയുള്ള 9 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ സെപ്റ്റംബർ മാസം 22-ാം തീയതി തിങ്കളാഴ്ച എന്ന് പറയുന്നത് നിങ്ങൾ വളരെ നാളുകളായി ജീവിതത്തിൽ കാണണമെന്ന് ആഗ്രഹിച്ചതും എന്നാൽ ഒരിക്കലും നടക്കില്ല എന്ന് ചിന്തിച്ചിരുന്നതുമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ്. മാത്രമല്ല, ഈ 9 നക്ഷത്രത്തിൽ പിറന്ന പല വ്യക്തികളും ഇനി ജീവിതത്തിൽ ഒരു രക്ഷയില്ല എന്ന് കരുതിയിരുന്ന ചില കാര്യങ്ങൾ പോലും തിരുത്തി കുറിക്കപ്പെടുകയും നിങ്ങളുടെ ജീവിതം ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് മറ്റൊരു സാഹചര്യത്തിലേക്ക് തന്നെ എത്തിപ്പെടുകയും ചെയ്യും. പ്രത്യേകിച്ച് ജ്യോതിഷ ഫലപ്രകാരം നോക്കുമ്പോൾ ഈ സെപ്റ്റംബർ 22-ാം തീയതി എന്ന് പറയുന്നത് ജ്യോതിഷപരമായുള്ള പല മാറ്റങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തെ അത്രയധികം ബാധിക്കുവാൻ തുടങ്ങുന്ന ഒരു സമയം കൂടിയാണ്. മാത്രമല്ല, ഈ ഒരു ദിവസം നവരാത്രി കാലത്തിന് തുടക്കം കുറിക്കുന്ന ദിവസം കൂടിയായതിനാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുവാൻ പോകുന്ന കാര്യങ്ങൾ അതിപ്രാധാന്യമറിയിക്കുന്നവയായിരിക്കും. അപ്രകാരം നോക്കുമ്പോൾ ഈ 9 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിലും ഈ സെപ്റ്റംബർ 22-ാം തീയതി തിങ്കളാഴ്ച സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളെ പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറയുവാൻ പോകുന്ന 9 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഈ ജീവിതകാലം അത്രയും പ്രയത്നിച്ചിട്ടും ലഭിക്കാത്ത ചില കാര്യങ്ങളായിരിക്കും ദുർഗാദേവിയുടെ കടാക്ഷം കൊണ്ട് ഈ ഒരു ദിവസം വന്നു ചേരുവാൻ പോകുന്നത്. ഇതിൽ ഒന്നാമതായി ഈ സെപ്റ്റംബർ 22-ാം തീയതി തിങ്കളാഴ്ച ജീവിതത്തിൽ വളരെ ശുഭകരമായ പല അനുഭവങ്ങളും ഉണ്ടാകുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് അവിട്ടം, ചതയം, പൂരുരുട്ടാതി വരുന്ന കുംഭം രാശിക്കാരാണ്. അതായത് അവിട്ടം, ചതയം, പൂരുരുട്ടാതി വരുന്ന ഇന്നത്തെ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഇപ്പോൾ ജീവിതത്തിൽ കടന്നു പോകേണ്ടി വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളെപ്പറ്റി പറയുവാനാണെങ്കിൽ വളരെ ദയനീയമാണ് എന്ന് തന്നെ പറയാം. അതായത് ജീവിതത്തിൽ പരാജയങ്ങളും ദുരിതങ്ങളും മാത്രമേ നിങ്ങൾക്ക് ഇതുവരെ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളൂ. സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളും കടബാധ്യതകളും മാത്രമല്ല, കുടുംബത്തിലുള്ളവരും പ്രിയപ്പെട്ടവരും വരെ ഒറ്റപ്പെടുത്തിയ അവസ്ഥയാണ് ഭൂരിഭാഗം വ്യക്തികളും ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിൽ തന്നെ കാലങ്ങളായി കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുകയും കുടുംബത്തെ ഒരു പുരോഗതിയിലേക്ക് എത്തിക്കുവാൻ കഠിന പരിശ്രമം നടത്തുകയും ചെയ്തിട്ട് പോലും ഇപ്പോൾ നിങ്ങൾ സ്നേഹിച്ചവരാൽ എല്ലാം വെറുക്കപ്പെടുന്ന അവസ്ഥയാണ് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാൽ കാര്യതടസ്സങ്ങളല്ലാതെ മറ്റൊന്നും നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നില്ല. എല്ലാം കൊണ്ടും ജീവിതം തന്നെ മടുത്ത അവസ്ഥയിലാണ് ഇന്നത്തെ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന 100-ൽ 95% കുംഭം രാശിക്കാരും ഓരോ ദിവസവും തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതുവരെ നിങ്ങൾ അനുഭവിച്ചിരുന്ന കഷ്ടപ്പാടിനും ദുരിതങ്ങൾക്കുമെല്ലാം നേർവിപരീതമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിരവധി ഉയർച്ചകളും അപ്രതീക്ഷിതമായ വിജയങ്ങളും വന്നു ചേരുവാൻ പോകുന്ന ഒരു സമയമായിരിക്കും ഈ സെപ്റ്റംബർ 22-ാം തീയതി തിങ്കളാഴ്ച എന്ന് പറയുന്നത്. ഇതിൽ പ്രത്യേകിച്ച് കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ വളരെ വലിയ രീതിയിലുള്ള മാറ്റങ്ങളും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില ഉന്നമനങ്ങളും ഉണ്ടാകുന്നതിന് തുടക്കം കുറിക്കുന്ന ദിവസം തന്നെയായിരിക്കും
ഈ സെപ്റ്റംബർ 22 തിങ്കളാഴ്ച എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ വരുമാന മേഖലയുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടില്ലാത്ത തരത്തിലുള്ള ചില പുതിയ കാര്യങ്ങൾ തുടങ്ങുവാനും ഒപ്പം തന്നെ നിങ്ങളുടെ ജീവിത നിലവാരത്തെ തന്നെ ഒരു പുരോഗതിയിലേക്ക് എത്തിക്കത്തക്ക രീതിയിലുള്ള ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനും പോവുകയാണ്. പല വിധത്തിലും ധനവരവുകൾ നിങ്ങൾക്ക് ഉണ്ടാകുമെന്നത് മാത്രമല്ല, കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മനസ്സിന് വളരെയധികം സന്തോഷിക്കുവാൻ കഴിയുകയും ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത തരത്തിൽ മനസ്സമാധാനം അനുഭവിക്കുവാൻ കഴിയുകയുമൊക്കെ ചെയ്യുന്ന തരത്തിലുള്ള ഒരു സമയമാണ് ഈ സെപ്റ്റംബർ 22 തിങ്കളാഴ്ചയോടെ വന്നു ചേരുവാൻ പോകുന്നത്. പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലുമൊക്കെ നിരവധി പ്രശ്നങ്ങൾ നിരന്തരം ഉണ്ടാവുകയും അതുകൊണ്ട് തന്നെ ഒരു സമാധാനം ജീവിതത്തിൽ അനുഭവിക്കുവാൻ ഇതുവരെ ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത ചില വ്യക്തികളും ഇന്നത്തെ ഈ അധ്യായം കാണുന്നുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളുടെ വീട്ടിലെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഏതോ വ്യക്തികൾ മദ്യപാനത്തിന് അടിമപ്പെട്ടിരിക്കുന്നതിനാൽ ആ ഒരു കാര്യം കൊണ്ട് തന്നെ കുടുംബത്തിൽ ഒരു വിധത്തിലുള്ള സമാധാനവുമില്ലാത്ത അവസ്ഥയിലൂടെയും ചില വ്യക്തികൾ കടന്നു പോകുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഈ മദ്യപാനാസക്തിയിൽ നിന്ന് അവർ ഒന്ന് മുക്തരാകുവാൻ നിങ്ങൾ വളരെയധികം പ്രാർത്ഥിക്കുകയും മനസ്സിൽ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അവരുടെ ഭാഗത്തു നിന്ന് ഈ ഒരു സമയത്ത് ഈ ദുശീലം ഒഴിവാക്കുവാനായി ചെറിയൊരു ശ്രമമെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് ആ ദുശീലത്തിൽ നിന്ന് മുക്തി നേടുവാൻ കഴിയുന്ന ഒരു സമയം കൂടിയായിരിക്കും ഇത്. മാത്രമല്ല, കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ജീവിതത്തിൽ ചെയ്യേണ്ട ചില കടമകൾ തിരിച്ചറിഞ്ഞ് നിർവഹിക്കുവാൻ കഴിയുകയും ഒപ്പം തന്നെ ഇതുവരെ പൂർത്തീകരിക്കുവാൻ കഴിയാതിരുന്ന ചില കാര്യങ്ങൾ വീണ്ടും പുനരാരംഭിച്ച് പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാനുള്ള യോഗം കൈവരികയും ചെയ്യുന്ന ഒരു സമയം കൂടിയായിട്ടാണ് ഈ ശുഭസമയം കണക്കാക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് ആരോഗ്യാവസ്ഥയിലാണെങ്കിൽ പോലും കുംഭം രാശിക്കാർക്ക് നിലനിന്നിരുന്ന ആരോഗ്യ പ്രതിസന്ധികൾ ശമിക്കുകയും ഏറ്റവും മികച്ച ഒരു ആരോഗ്യസ്ഥിതിയിലേക്ക് എത്തിച്ചേരുവാനുള്ള യോഗം കൈവരികയും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ, കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികളിലേക്ക് നിങ്ങൾ തീർത്തും പ്രതീക്ഷിക്കാത്ത പല ശുഭകരമായ കാര്യങ്ങളും ഈ നവരാത്രിക്ക് തുടക്കം കുറിക്കുന്ന സമയത്ത് തന്നെ വന്നു ചേരും. ഇനി രണ്ടാമതായി ഈ സെപ്റ്റംബർ 22 തിങ്കളാഴ്ച ജീവിതത്തിൽ വളരെയധികം ശുഭകരമായ പല നേട്ടങ്ങൾക്കും തുടക്കം കുറിക്കുവാനുള്ള യോഗം കൈവന്നിരിക്കുന്ന രാശിക്കാരായി വരുന്നത് ഉത്രം, അത്തം, ചിത്തിര വരുന്ന കന്നിരാശിക്കാരാണ്. കന്നിരാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായ പല കാര്യങ്ങളിലും ഏറ്റവും മംഗളകരമായ നിരവധി മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു സമയമായിരിക്കും ഇത്. നിങ്ങൾക്ക് ഇതുവരെ കയ്യെത്തിപ്പിടിക്കുവാൻ കഴിയാതിരുന്ന ആഗ്രഹങ്ങൾ പോലും നേടിയെടുക്കുവാൻ കഴിയുകയും നിങ്ങൾ കണ്ടിരുന്ന പല സ്വപ്നങ്ങളെയും സാക്ഷാത്കരിച്ചെടുക്കുവാൻ കഴിയുകയും ചെയ്യുന്ന സമയമായിരിക്കും നിങ്ങൾക്ക് ഇത്. എന്നാൽ ഇതുവരെയുള്ള ജീവിതാനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഭൂരിഭാഗം കന്നിരാശിയിൽ പിറന്ന വ്യക്തികൾക്കും ജീവിതത്തെപ്പറ്റി ഒരു ശുഭപ്രതീക്ഷയും ഇല്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം. ഇതിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ജീവിതത്തിൽ നിലനിൽക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾക്കെങ്കിലും കുറഞ്ഞ പക്ഷം ഒരു പരിഹാരം കാണുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് അത്രയധികം മനസ്സിൽ ആഗ്രഹിക്കുകയും കടബാധ്യതകൾക്ക് പരിഹാരം കാണുവാനായി നെട്ടോട്ടം ഓടുകയും ചെയ്യുന്ന അവസ്ഥയിലൂടെയാണ് പല കന്നിരാശിക്കാരും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ പരിശ്രമിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്യുന്നതല്ലാതെ സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് ഒരു മുക്തി കാണുവാൻ നിങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എന്നാൽ നിങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ ഒരു വൻ കുതിപ്പ് തന്നെ ഉണ്ടാകുവാൻ പോകുന്ന തരത്തിലുള്ള സമയമാണ് ഈ വരുന്നത്. പ്രത്യേകിച്ച് ഈ സെപ്റ്റംബർ 22 തിങ്കളാഴ്ചയോടെ കന്നിരാശിക്കാരായിട്ടുള്ള ചില വ്യക്തികൾക്ക്
നിങ്ങളുടെ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട ഏറ്റവും സന്തോഷകരമായ ചില കാര്യങ്ങൾ നടക്കും. അതൊരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് ലഭിക്കേണ്ട ചില തുകകൾ ലഭിക്കുന്നതോ, അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കർമ്മ മേഖലയിൽ നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു ഉയർച്ച നിങ്ങൾക്കുണ്ടാകുന്നതോ ആകാം. മാത്രമല്ല, പല കന്നിരാശിക്കാരായിട്ടുള്ള വ്യക്തികളെയും തേടി ചില അംഗീകാരങ്ങൾ വന്നു ചേരുന്ന തരത്തിലുള്ള അനുഭവങ്ങളും ഈ ഒരു സമയത്ത് ഉണ്ടാകും. പ്രത്യേകിച്ച് ദുർഗാദേവിയുടെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും തന്നെ നിലനിന്നിരുന്ന ദോഷകരമായ അനുഭവങ്ങൾ അകന്ന് ഏറ്റവും അധികം നിങ്ങൾക്ക് സന്തോഷവും മനസമാധാനവും അനുഭവിക്കുവാൻ കഴിയുന്ന തരത്തിലായിരിക്കും ഈ ഒരു ശുഭസമയം ഉണ്ടായിരിക്കുക. ആരോഗ്യകാര്യങ്ങളിലാണെങ്കിലും കന്നിരാശിക്കാർക്ക് ഏറ്റവും മികച്ച സമയം തന്നെയാണ് ഇത്. ഒപ്പം തന്നെ കന്നിരാശിയിൽ പിറന്ന വിദ്യാർത്ഥികൾക്കൊക്കെ പഠന കാര്യങ്ങളിലും കലാകായിക രംഗത്തുമെല്ലാം ഏറ്റവും അധികം മികവ് പുലർത്തുവാൻ കഴിയുന്ന സമയമാണ് ഇത്. ഒപ്പം തന്നെ ഈ സെപ്റ്റംബർ 22 ചില കന്നിരാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ മാതാപിതാക്കൾ വഴി മക്കൾക്ക് ചില വിലപിടിപ്പുള്ള വസ്തുക്കൾ ലഭിക്കുകയും ഇത് കന്നിരാശിക്കാരായിട്ടുള്ള മക്കൾക്കും മാതാപിതാക്കൾക്കും ഒരുപോലെ സന്തോഷം പകരുകയും ചെയ്യും. അതായത് എന്തൊക്കെയോ വിലപിടിപ്പുള്ള വസ്തുക്കൾ മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് വാങ്ങുവാനുള്ള യോഗം കന്നിരാശിക്കാരായിട്ടുള്ള മക്കൾക്ക് നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇന്നത്തെ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന കന്നിരാശിക്കാരായിട്ടുള്ള ചില മാതാപിതാക്കൾക്ക് മക്കളുടെ വിവാഹ കാര്യങ്ങൾക്ക് വേണ്ടി കുറച്ച് അധികം സാമ്പത്തികം ഉടനടി ആവശ്യമുണ്ടെങ്കിലും ഇപ്പോൾ അത്രയും പണം നിങ്ങളുടെ കൈകളിലേക്ക് വരുവാനുള്ള വഴികൾ ഒന്നും നിങ്ങൾ കണ്ടിട്ടില്ല. ഈ ഒരു കാര്യം ചിന്തിച്ച് തന്നെ നിങ്ങൾ അത്രയധികം മാനസിക സംഘർഷം അനുഭവിക്കുന്നുമുണ്ട്. എന്നാൽ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന തരത്തിൽ ചില കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സാമ്പത്തിക പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ കഴിയും. അത്തരത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യമാണെങ്കിലും തടസ്സങ്ങൾ നീങ്ങി നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം പോലെ തന്നെ മക്കളുടെ വിവാഹത്തിനായി ആവശ്യമുള്ള തുക നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്ന തരത്തിലുള്ള അനുഭവങ്ങളും ഈ ഒരു സമയത്ത് നിങ്ങൾക്കുണ്ടാകും. അപ്പോൾ എന്തുകൊണ്ടും ജീവിതത്തിലെ ഏറ്റവും മികച്ച സമയമായിട്ട് തന്നെയാണ് ഫലപ്രകാരം ഈ സെപ്റ്റംബർ 22 തിങ്കളാഴ്ച കന്നിരാശിക്കാർക്ക് കാണപ്പെടുന്നത്. ഇനി മൂന്നാമതായി ഈ സെപ്റ്റംബർ 22 തിങ്കളാഴ്ച നവരാത്രിക്ക് തുടക്കം കുറിക്കുമ്പോൾ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള പല മാറ്റങ്ങളും അത്ഭുതകരമായ രീതിയിൽ തന്നെ കാണുവാനുള്ള യോഗം തെളിഞ്ഞിരിക്കുന്ന രാശിക്കാരായി വരുന്നത് പുണർദം, പൂയം, ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാരാണ്. ഇപ്പോൾ ഈ അധ്യായം കാണുന്ന കർക്കിടകം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഇതുവരെ നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ച കഷ്ടപ്പാടുകളും കണ്ണുനീരും ദുഃഖങ്ങളും ഓർക്കുകയാണെങ്കിൽ ഇതിലും വലുതൊന്നും ഇനി ജീവിതത്തിൽ വരാനില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. കാരണം ഒരു മനുഷ്യായുസ്സിൽ അനുഭവിക്കാവുന്നതിൻ്റെ പരമാവധി അനുഭവിച്ചവരാണ് ഇപ്പോൾ ഈ അധ്യായം കാണുന്ന ഭൂരിഭാഗം വ്യക്തികളും. പലരുടെയും മനസ്സ് ജീവിത പ്രാരാബ്ദങ്ങൾ കൊണ്ട് മരവിച്ച അവസ്ഥയിലാണ്. ഇനി ജീവിതത്തിൽ ഒരു നല്ല കാലം ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ പോലും പല ആളുകൾക്കും സംശയം മാത്രമേ ഉള്ളൂ. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളെ ഭഗവാൻ കൈവിട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല ഈ ഒരു സമയത്ത് സാക്ഷാൽ ദുർഗാദേവിയുടെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ തിരിച്ചറിയുവാൻ കഴിയുകയും അമ്മയുടെ കടാക്ഷത്താൽ നിങ്ങൾ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത ചില നേട്ടങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കുവാനുള്ള യോഗം കൈവരുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രയൊക്കെ പ്രശ്നങ്ങളിലൂടെയും മനസമാധാനക്കേടുകളിലൂടെയും ദുരിതങ്ങളിലൂടെയും കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കർക്കിടകം രാശിക്കാരാണെങ്കിലും നിങ്ങളുടെ മനസ്സിൻ്റെ ആത്മവിശ്വാസം കൈവിടാതെ ദൃഢനിശ്ചയത്തോടെ നിങ്ങളുടെ പരിശ്രമം തുടരുക. തീർച്ചയായും നിങ്ങൾക്ക് ഫലം കാണുവാൻ കഴിയും. ഇതിൽ
പ്രത്യേകിച്ച് ഈ സെപ്റ്റംബർ 22 ഭാഗ്യം തെളിയുന്നതോടെ ചില കർക്കിടകം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് വിദേശയാത്രാ യോഗം ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ വിദേശത്ത് ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു ജോലി നേടിയെടുക്കുവാനുള്ള ഭാഗ്യമുണ്ടാവുകയും ചെയ്യും. ഇത് നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ മാത്രമല്ല, നിങ്ങളുടെ കുടുംബത്തിനും കുടുംബാംഗങ്ങൾക്കുമെല്ലാം തന്നെ ഒരു ജീവിത പുരോഗതി നൽകുവാൻ പോകുന്ന ഒരു കാര്യമായിരിക്കും. പ്രത്യേകിച്ച് കർക്കിടകം രാശിയിൽ പിറന്ന മക്കളുള്ള ചില മാതാപിതാക്കൾക്ക് മക്കളുടെ ഉയർച്ചയിലും നേട്ടങ്ങളിലും വളരെയധികം സന്തോഷിക്കുവാനുള്ള മഹാഭാഗ്യം കൈവരുവാൻ പോകുന്ന സമയം കൂടിയാണ് വന്നു ചേരുന്നത്. ഒപ്പം തന്നെ ഈ സെപ്റ്റംബർ 22 പല കർക്കിടകം രാശിക്കാർക്കും രോഗശാന്തി കൈവരിക്കുവാൻ കഴിയുകയും വൈകാരിക ക്ഷേമം ഉറപ്പുവരുത്തുവാൻ കഴിയുകയും ചെയ്യും. അതുപോലെ തന്നെ ദേവിയുടെ അനുഗ്രഹം നിമിത്തം പല കർക്കിടകം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതം തന്നെ മാറിമറിയുന്ന തരത്തിലുള്ള ശുഭസമയം കൂടിയാണ് ഇത്. പ്രത്യേകിച്ച് നിങ്ങളുടെ വീടുകളിൽ പോസിറ്റീവ് ഊർജം നിറയുന്നതിനാൽ തന്നെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും അധികരിക്കുകയും ഏറ്റവും ഐക്യത്തോടെ കുടുംബം മുന്നോട്ട് പോവുകയും ചെയ്യും. ഇനി അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഈ സെപ്റ്റംബർ 22 തിങ്കളാഴ്ച ചില കർക്കിടകം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുമായി മുൻകാല വ്യക്തിവൈരാഗ്യം ഉണ്ടായിരുന്നവരോ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുമായി പിണക്കത്തിലായിരുന്ന ചില വ്യക്തികളുമായി സംസാരിച്ച് പ്രശ്നം പരിഹരിക്കുവാനും വീണ്ടും സൗഹൃദം പുതുക്കുവാനുമുള്ള യോഗം കാണുന്നുണ്ട്. ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മനസ്സിൽ നിന്ന് ഒരു ഭാരം ഇറക്കി വെച്ചതുപോലെയുള്ള അനുഭവമായിരിക്കും നൽകുന്നത്. ഇനി അതുപോലെ തന്നെ ചില നിയമകുരുക്കുകളിൽപ്പെട്ട് അതിൽ നിന്ന് പുറത്തു കടക്കുവാൻ കഴിയാതെ ആ ഒരു കാര്യത്തെപ്പറ്റി ചിന്തിച്ച് വളരെയധികം മാനസിക സംഘർഷം അനുഭവിച്ചു വരുന്ന ചില കർക്കിടകം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ ഇപ്പോൾ ഈ അധ്യായം കാണുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ആ നിയമക്കുരുക്കിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയുമെന്നുള്ളത് ഫലത്തിൽ വ്യക്തമാണ്. ചുരുക്കി പറഞ്ഞാൽ കർക്കിടകം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ നവരാത്രി തുടങ്ങുന്നത് മുതൽ ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള പല അനുഭവങ്ങളും ഉണ്ടാവുകയും ജീവിതത്തിൽ മനസമാധാനവും സന്തോഷവും അധികരിക്കുകയും ചെയ്യും. അപ്പോൾ എന്തുകൊണ്ടും ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള 9 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കും ഈ സെപ്റ്റംബർ മാസം 22 തിങ്കളാഴ്ച എന്ന് പറയുന്നത് ജീവിതത്തിൽ പല വിധത്തിലുള്ള ശുഭകാര്യങ്ങളും മംഗളകരമായ അനുഭവങ്ങളും ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.